ഫ്രാഞ്ചൈസി മെമ്പേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി. അപ്പോൾ അതിലേക്കായി ഞാൻ കേരള സ്റ്റേറ്റ് ഫ്രാഞ്ചൈസിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജെനീസ് അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശരിക്കും അവരൊരു ഗ്രൂപ്പാണ്, ഒരാൾ മാത്രമല്ല. അവരൊരു ഗ്രൂപ്പാണ്. ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല എന്ന് നമുക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 7 അംഗ സംഘം, 7 പേരടങ്ങുന്ന ആ ഒരു സംഘത്തിലെ അടുത്ത ചുടക്കുട്ടി മൊയ്തീൻ TV ഈ ഒരു റോബോ ഇൻഫോടെക് തിരൂരിന്റെ ചെയർമാനും കൂടെയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അടുത്തതായി അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തും സന്തത സഹചാരിയും ശ്രീ മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നൗഫൽ MK, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മുഹമ്മദ് ഹനീഫ, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക്. അടുത്തതായി ഷഹദാദ് E, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ദിരാർ AP, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ഫ്രാഞ്ചൈസിയുടെ 7 സിംഹങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പ്രകീർത്തിക്കാം. കാരണം അവർ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലേക്കും അവരുടേതായ ഒരു കാൽവെപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അവരെ ആദരിക്കുന്നതിലേക്ക് ഞാൻ വിശ്വാമിഷന്റെ MD ശ്രീ വിശ്വനാഥൻ നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മറികടന്നുകൊണ്ട് നമ്മൾ തന്നെ മുമ്പിൽ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട്, സാർ നിങ്ങൾ എന്നെ സാർ சொல்றே நாம் அதான் മുമ്പേ വരുவேன் എന്ന് என்கிட்ட சொல்லிய அந்த தமிழ் மக்கள், அவங்களிடம் தமிழ்நாடு ஸ்டேட் ഫ്രാഞ്ചൈസി എടുത്ത ശ്രീ അനിൽ പോൾ ക്രിസ് അസോസിയേറ്റ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ് അസോസിയേറ്റിന്റെ തന്നെ ഡയറക്ടർ ബോർഡിലുള്ള ശ്രീമതി അന്ന അനിലിനെയും ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കേരളത്തെക്കാൾ മുമ്പിൽ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ സാർ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ അവർക്ക് മുമ്പേ കേരളം മുമ്പിൽ നിൽക്കുമെന്ന് നമ്മുടെ ചുണക്കുട്ടികളും പറയുന്നു. ആരാവും മുമ്പിൽ എന്നുള്ള കാലം തെളിയിക്കും. അവരെ ആദരിക്കുന്ന തമിഴ്നാട് സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ആദരിക്കുന്ന ചടങ്ങിലേക്ക് ശ്രീ വിശ്വനാഥൻ സാറിനെ ഞാൻ വീണ്ടും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കർണാടകയും നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് കാൽവെച്ച് കർണാടകയെ വളരെ മനോഹരമായി കർണാടകയിലെ മുഴുവൻ ജനങ്ങളെയും നമ്മൾ തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറഞ്ഞ് നമ്മോട് വെല്ലുവിളിച്ചിട്ട് പോയ കർണാടക സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ആദരിക്കുന്ന ചടങ്ങിലേക്ക് ശ്രീ വിനോദ് ജേക്കബ്, പഴക്കുടിയിൽ അസോസിയേറ്റിലെ വിനോദ് ജേക്കബിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നും ശരിക്കും കേരളത്തിൽ നിന്നും കർണാടക കയറിയിരിക്കുകയാണ്. കേരളം തന്നെ മുമ്പിൽ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയറിയ ശ്രീ ഷാജിമോൻ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. കർണാടക സ്റ്റേറ്റ് ഫ്രാഞ്ചൈസിയെ ആദരിക്കുന്ന ചടങ്ങിലേക്കായി വിശ്വനാഥൻ സാറിനെ ഞാൻ വീണ്ടും ക്ഷണിച്ചുകൊള്ളും.